നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ DYFIയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രദർശനത്തിൽ നടന്ന നാടകവുമായി ബന്ധപ്പെട്ട് അത് ഈ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ പ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. അത് എനിക്ക് ലഭിച്ചു. എനിക്കത് ആദ്യം അതിൻ്റെ ലിങ്ക് ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ, കാരണം വ്യക്തത വരുത്തണമല്ലോ, അയച്ചു കൊടുത്തു. DYFIയുടെ നേതാക്കന്മാർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും, ചിലവർ കണ്ണുമിഴിക്കുന്ന, ചിലവർ തൊഴുന്ന അല്ല ഇമോജി ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ അത് അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു കഥയെ അത് അതുപോലെ അവതരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ആ അഭിനയിച്ച നടിയുടെ പ്രസ്താവന റിപ്പോർട്ടർ ചാനൽ, ഇപ്പം കൈരളിയേക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് റിപ്പോർട്ടർ ചാനലാണല്ലോ. അപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ അതിലാണ് ഞാൻ ലൈവ് കണ്ടത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷ തന്നു. കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്, എന്തായാലും ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് അത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അത് DYFIക്കാർ അത് മനസ്സിലാക്കിയാൽ നല്ലത്. പഠിപ്പിക്കാനൊന്നുമല്ലേ, ആരെയും പഠിപ്പിക്കാനല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. ഒരു സ്ത്രീ അങ്ങനെ അഭിനയിച്ചതുകൊണ്ട്, അവളുടെ ആ രൂപം കണ്ടതുകൊണ്ട് കാമക്കണ്ണോ അല്ലെങ്കിൽ മോഹമോ ചിന്തയോ ഒന്നും ഉണ്ടാകുന്നൊന്നുമില്ല. അങ്ങനെ എനിക്കുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടും സ്ത്രീയുടെ അർദ്ധനഗ്നത കണ്ടാൽ ആർക്കും അത്തരം മോഹങ്ങൾ ഉണ്ടാകില്ല. മുഴുവനായ വസ്ത്രം ധരിച്ച് മാന്യമായ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളോടാണ് ആളുകൾക്ക്, പുരുഷന്മാർക്കായാലും അത് പുരുഷനായാലും സ്ത്രീയായാലും ആ മാന്യമായ വസ്ത്രം ധരിക്കുന്നവരോടാണ് ആകർഷണം ഉണ്ടാകുക. ശരിക്കും മനുഷ്യനെ ആകർഷിക്കുന്ന വസ്ത്രത്തെയാണ്. ഇപ്പോൾ നഗ്നമായിട്ടൊരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഇതിലെ നടന്നു പോയാൽ ഒരാൾക്ക് കണ്ടാൽ അരോഗജകത്വം തോന്നുകയില്ല, മടുപ്പുളവാക്കുകയാണ് ചെയ്യുക, അല്ലാണ്ട് കാമം തോന്നുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് ആ കണ്ണോടുകൂടി കണ്ട് എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ പേഴ്സണലായിട്ട് ഇട്ട മെസ്സേജ് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴങ്ങ് മോഹാലസ്യപ്പെടുന്ന ഒരാളെന്നല്ല ഞാനും പുരുഷന്മാർ സ്ത്രീകളെ മോഹിക്കുന്നത്, സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് അവർ മാന്യമായ വസ്ത്രം ധരിക്കുമ്പോഴാണ്. മാന്യമായ വസ്ത്രം, ശരീരം മുഴുവൻ മൂടിയുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് ഒരു പുരുഷന് സ്ത്രീയോട് ഇഷ്ടം തോന്നുക. അല്ലാതെ ഒരു സ്ത്രീയെ നഗ്നമായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയോട് വെറുപ്പേ തോന്നുള്ളൂ, ഒരിക്കലും കാമം തോന്നില്ല. അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ വേദിയിൽ അതങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ തോന്നിയെന്നുള്ളതല്ല. DYFIയുടെ സമ്മേളനം യൂത്ത് കോൺഗ്രസിൻ്റേതായാലും യൂത്ത് ലീഗിൻ്റേതായാലും ഇത് നമ്മളെ പറയുന്ന ബഹുസ്വരത, ബഹുജനം, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ പല വിഭാഗത്തിലുള്ള ആളുകൾ പങ്കെടുക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പൊതുപരിപാടിയാണ്. അപ്പോൾ 9 വേദികളിൽ കളിച്ച് 9 വേദികൾ വ്യത്യസ്തമായിരിക്കാം, രാഷ്ട്രീയ വേദി ആയിരിക്കില്ല. രാഷ്ട്രീയ വേദിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സിനിമ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചവരുണ്ട്. സിനിമയും ഇതും ഒരുപോലെയല്ല. ഇതൊരു പൊതുവിടത്ത് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തടത്ത് ചെയ്യാൻ പറ്റുന്നതും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും, ഇപ്പം ഞാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടും എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അവരെന്താ അത് റോഡരികിൽ വെച്ചിട്ടാണോ? അതൊരു രഹസ്യ സ്വഭാവമില്ലേ? എന്നാൽ റോഡരികിൽ വെച്ചിട്ട് കൈ പിടിച്ച് നടക്കുകയും തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുന്നില്ലേ? അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിൽ വേണ്ടത് ചില സ്ഥലങ്ങളിൽ വേണം. DYFIയുടെ വേദിയിൽ അടിയന്തരാവസ്ഥയെ ആവിഷ്കാരമായിട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ ഇപ്പം നമുക്കങ്ങനെ പറയാം. പക്ഷെ അതിന് കുറച്ചുകൂടി മാന്യമായിട്ട് ആവാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ നിലയിൽ ഇപ്പം നിരവധി നാടകങ്ങൾ കണ്ട ഒരാളാണ് ഞാൻ. ഇപ്പം കതിവനൂർ വീരൻ എന്ന് പറഞ്ഞ നാടകമൊക്കെ ഉണ്ട്. അതിൽ തമ്പുരാന് വിവാഹം കഴിച്ചിട്ട് ആദ്യം തമ്പുരാന് കാഴ്ചവെക്കുന്ന മണ്ടൻ രാജാവ് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താ അതുപോലെ ആദ്യം കാഴ്ചവെച്ചിട്ടാണോ? അത് ആ ആവിഷ്കാരത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ അഭിനയത്തിലൂടെ അത് ആ നിലയിലേക്ക് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചിന്ത കൊണ്ടുവരികയാണ് ചെയ്യാം. അല്ലാണ്ട് അതേപോലെ ഇപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾ മണിപ്പൂറുമായി ബന്ധപ്പെട്ടിട്ട് മണിപ്പൂർ കലാപം ഒരു നാടകം ചെയ്യുകയാണെങ്കിൽ നഗ്നയായിട്ട് ഒരു സ്ത്രീയെ ഓടിച്ചതിൽ ഓടൂ.
ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്രയിൽ പാഞ്ചാലിയുടെ സാരി അയക്കുന്നത് അത് ആ ഒരു വിഷലിലൂടെ മനസ്സിലാക്കാൻ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയും ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരം സാംസ്കാരികമായ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ നടത്തുമ്പോൾ, ഇപ്പോൾ ഇന്ന് 24 വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ നേതാക്കന്മാർ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തണമെന്ന് ഒരു ചർച്ച വന്നിട്ടുണ്ട്. പറയും ശരിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട്. പക്ഷേ ന്യൂസ് അങ്ങനെ വന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്? പറഞ്ഞു വന്നത്, നിങ്ങൾ പറയുന്ന ന്യായത്തെ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഇന്ന് DYFIയുടെ സംസ്ഥാന നേതാവ് VK സനോജും അതുപോലുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അവരവർക്ക് വരുമ്പോൾ മാത്രം ഇതെങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾ പറയുന്നു കാമക്കണ്ണ്, അതുപോലെ തന്നെ പെണ്ണിൻ്റെ ശരീരഭാഗം കാണുമ്പോഴേക്ക് അതിനെ ഇക്ലിയായി കണ്ടു, പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇലക്ഷന് മുന്നേ അഘോരികൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. നഗ്നസ്വാമിമാർ, അഘോരികൾ എന്ന് പറയുന്ന സ്വാമിമാർ. അവരവിടെ ഒരു ഹാളിലിരുന്നപ്പോൾ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ, ഇനിയിപ്പോൾ എന്നെ സംഖ്യയ്ക്ക് കുഴപ്പമില്ല, ഡെപ്യൂട്ടി മേയറുടെ അരുവത്ത് നഗ്നമായിട്ട് ഇവർ ഇരുന്നപ്പോൾ എന്തെല്ലാം കമൻറ്റ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മേയറുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. കുംഭമേളയിൽ സ്വാമിമാർ, അതുപോലെ തന്നെ കോണകമെടുത്ത് നടക്കുന്ന സ്വാമിമാരെ, പതഞ്ജലിയെ എങ്ങനെയെല്ലാം നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ വിശ്വാസവും ഒക്കെ തന്നെയായിരുന്നില്ലേ, അവരുടെ ആചാര രീതിയായിരുന്നില്ലേ. പിന്നെന്തിനാ പണ്ട് ഞാനൊരു DYFIയുടെ പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ നടന്നൊരു പ്രസംഗം, മാതാ അമൃതാനന്ദമയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അന്ന് അവർക്ക് 50ാം പിറന്നാളങ്ങനെ ആഘോഷിക്കുന്ന സമയമാണ്. അപ്പോൾ കണ്ണൂർ വന്നിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പറഞ്ഞു 50 വയസ്സേ ആയിട്ടുള്ളൂ, അവർക്ക് കാമം ജ്വലിക്കില്ലേ കുറേ ആളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾ അങ്ങനെ അവരെക്കുറിച്ച് പ്രചരിപ്പിച്ചത് തെറ്റല്ലേ? കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് രമ്യ ഹരിദാസ് പോയിട്ടുണ്ട് എന്നിട്ടൊരു പ്രസംഗമുണ്ട്, ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഞാൻ ഉൾപ്പെടെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പം നിങ്ങൾക്ക് തോന്നും പോലെ പ്രചരിപ്പിക്കാം. നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് അത് ശരി. മാധ്യമങ്ങൾ ഇപ്പോൾ താരാട്ട് പാടുന്നുണ്ട്. ആ താരാട്ട് അപകടമാണെന്ന് മനസ്സിലാക്കിയാൽ DYFIക്കും ആ പാർട്ടിക്കും നല്ലത്. അത്രയേ പറയുള്ളൂ. EMSൻ്റെ വാക്കുകൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അന്നെല്ലാം കാലത്ത് അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടോയെ ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഒരാളുടെ കൂടെ പോകുമ്പോഴേക്ക് നമ്മൾ കമൻറ്റ്. പക്ഷെ നമ്മുടെ വേദിയിൽ അടിയന്തരാവസ്ഥയെ ആവിഷ്കരിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കൈയടിച്ചോളൂ. ആ കാലം മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ പൂർണ്ണമായ നാടകം കാണാതെ പ്രതികരിച്ചത് തെറ്റാണ്. പക്ഷേ അത് കുറേ കൂടി DYFIയുടെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കുറേ കൂടി പക്വതയോടെ മാന്യമായി അവതരിപ്പിക്കാമായിരുന്നു. അല്ലാണ്ട് ഒരു പെണ്ണിൻ്റെ അരഭാഗമോ തൊടഭാഗമോ അല്പവസ്ത്രം കാണുമ്പോഴേക്ക് കാമക്കണ്ണോടെ കാണുന്ന ആളുകളാണ് എല്ലാ ആണുങ്ങളും. എല്ലാ ആണുങ്ങളുടെ ഇത് കാണുമ്പോഴേക്കും മോഹാലസ്യപ്പെടുന്നവരാണ് പെണ്ണുങ്ങൾ എന്നുള്ള ധാരണ എനിക്കില്ല. അവരെ കാണുമ്പോൾ നമുക്ക് പെണ്ണിനോടും ആണിനോടും ആ പ്രത്യേകമായ സ്നേഹവും ഇഷ്ടവും കാമവും തോന്നണമെങ്കിൽ അവർ മാന്യമായ വസ്ത്രം ധരിച്ചവരോട് മാത്രമേ തോന്നുള്ളൂ. അല്ലാതെ ഇതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇതുപോലെ ട്രൗസറും പിന്നെ ബ്രേസറും ഇട്ടിട്ടാണോ അവരെ പീഡിപ്പിച്ച് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടാകുക? അന്നത്തെ കാലത്തൊക്കെ വസ്ത്രധാരണ എന്തായിരുന്നു? അപ്പം അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് അതിനെ നമ്മളെല്ലാം കൂടി നമുക്ക് ന്യായീകരിച്ച് പൊളിപ്പിക്കാൻ നല്ല കഴിവുണ്ടല്ലോ. അതുകൊണ്ട് അത് എതിർഭാഗത്തേക്കാണ്. ഇതിപ്പോൾ UDFൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ വേദിയിലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞത് അമ്മായിയമ്മ മരുമക്കളെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയ മാറ്റി സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് DYFI ഉൾപ്പെടെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ സമരം നടത്തുകയാണ്. അപ്പോൾ ഇതിലോ വിരുദ്ധതയില്ല, പ്രദർശനമല്ല, ഒന്നുമല്ല. അത്രയേ ഉള്ളൂ.